പ്രിയ കൂട്ടുകാരെ, നമസ്കാരം. ഞാൻ ഷീബ. നമ്മളിപ്പോൾ ഹുവാമായി എന്ന് കണ്ടെത്താനുള്ള ഒരു ചെറു യാത്രയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തീം സെൻറ്റേഡ് ഇൻട്രാക്ഷനിൽ 2 കൽപ്പനകളുണ്ട്. അതിലാദ്യത്തെ ബി യുവർ ഓൺ ചെയർപേഴ്സൺ എന്നാണ്. അധ്യക്ഷൻ എന്ന പദം ഒരു കമ്മിറ്റി മീറ്റിങ്ങിൻ്റെ ചിത്രമാണ് മനസ്സിൽ കൊണ്ടുവരുന്നത്. ചെയർപേഴ്സൺഷിപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ അഡ്വാൻസ് കോഴ്സ് ചെയ്തപ്പോൾ അൻസു മാഡത്തിലൊരു സെഷൻ ഇപ്പോൾ ഓർത്തു പോവുകയാണ്. ഒരു നല്ല ആക്ടിവിറ്റി ആയിരുന്നു അന്ന് ചെയ്തത്. അതായത് നമ്മുടെ ഒരു പ്രോബ്ലം എടുത്തിട്ട്, ഓരോരുത്തരുടെയും ഒരു പ്രോബ്ലം എടുത്തിട്ട് ചിന്തകൾ എങ്ങനെ പോകുന്നു, അവസാനത്തെ ഡിസിഷൻ മേക്കിംഗ് എങ്ങനെ വേണം എന്നൊക്കെ മനസ്സിലാക്കി തന്നൊരു സെഷനായിരുന്നു അത്. അതവിടെ നിൽക്കട്ടെ. തീരുമാനമെടുക്കേണ്ടി വരുമ്പോൾ മനസ്സിലൊരു വലിയ കമ്മിറ്റി മീറ്റിംഗ് ആരംഭിക്കുന്നു. അപ്പോഴൊക്കെ പല പല ശബ്ദങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. ഇതിനെയാണ് മനസ്സാക്ഷി എന്ന് പറയുന്നത്. ശരിയായ മനസ്സാക്ഷി നമ്മൾ പഠിച്ചു വെച്ച അറിവുകളും ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ടുകളും വെച്ച് നാം എന്ത് പ്രവർത്തിക്കണം, പ്രവർത്തിക്കരുത് എന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരുന്ന് നിർണ്ണയിക്കുന്ന ജഡ്ജിയുടെ പേരാണ് മനസ്സാക്ഷി. അത് നമ്മൾ നിർമ്മിക്കുന്നതാണ്, പഠിച്ചെടുക്കുന്നതാണ്. പൂർണ്ണതയിലേക്ക് എത്താൻ ജീവിതത്തെക്കുറിച്ചുള്ളൊരു പഠനം, അതിന് അറിവ് വേണം, വിദ്യാഭ്യാസം വേണം. അതാണ് നല്ല വിദ്യാഭ്യാസം. എന്തായാലും ഈ ഒരു ബി യുവർ ഓൺ ചെയർപേഴ്സൺ എന്ന ആ ഒരു ചിന്ത വന്നപ്പോൾ എനിക്ക് ഇതുമായി ചേർത്ത് വെച്ച് നിങ്ങളോടൊരു കഥ പറയാൻ തോന്നുന്നു. കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. എന്നാൽ കേട്ടോളൂ. തവളയുടെ പ്രാർത്ഥന. ദിവസം ബ്രദർ ബ്രൂണോ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു കൂറ്റൻ മാക്രിയുടെ കരച്ചിൽ അദ്ദേഹത്തെ ശല്യപ്പെടുത്തി. സ്വരം ശ്രദ്ധിക്കാതിരിക്കാനുള്ള ശ്രമമെല്ലാം പരാജയപ്പെട്ടപ്പോൾ ജനാലയ്ക്കൽ വന്ന് അദ്ദേഹം പറഞ്ഞു, നിശബ്ദമായിരിക്കുക, ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം ആക്രോശിച്ചു. ബ്രദർ ബ്രൂണോ ഒരു വിശുദ്ധനായിരുന്നു. അതുകൊണ്ട് പ്രകൃതി അദ്ദേഹത്തിൻ്റെ കൽപ്പന അനുസരിച്ചു. സകല ജീവജാലങ്ങളും നിശബ്ദമായി. പ്രാർത്ഥനയ്ക്ക് ഏറെ സഹായകമായ ഒരു അന്തരീക്ഷം അവിടെ സംജാതമായി. പക്ഷേ ഇപ്പോൾ മറ്റൊരു ശബ്ദം ബ്രൂണോയുടെ ധ്യാനത്തെ ശല്യപ്പെടുത്താൻ തുടങ്ങി. എന്താണത്? തൻ്റെ മനസ്സാക്ഷിയുടെ ശബ്ദം. എന്താണ് അതിതായിരുന്നു, ഒരുപക്ഷെ നിന്റെ കീർത്തനാലാപം പോലെ തന്നെ ദൈവത്തിന് പ്രിയങ്കരമാവും ആ മാക്രിയുടെ കരച്ചിലും. ദൈവത്തിൻ്റെ ശ്രവണപുടത്തിന് ഇമ്പം പകരാൻ എങ്ങനെയാണ് ഒരു മാക്രിയുടെ കറകറ സ്വരത്തിന് കഴിയുക? മറുചോദ്യവും ബ്രൂണോയുടെ മനസ്സിലുയർന്നു. അങ്ങനെയെങ്കിൽ ദൈവം എന്തിനാണ് ആ ശബ്ദം കണ്ടുപിടിച്ചത്? വിട്ടുകൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷി തയ്യാറല്ലായിരുന്നു. എന്തിനെന്ന് കണ്ടെത്താൻ തന്നെ ബ്രൂണോ തീരുമാനിച്ചു. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയ അദ്ദേഹം വീണ്ടും കൽപ്പന കൊടുത്തു. പാടൂ. ആ കൂറ്റൻ മാക്രിയുടെ അളന്നു മുറിച്ച കറകറ ശബ്ദത്തോടൊപ്പം ആ പ്രദേശത്തുള്ള തവളകളുടെ പിന്നണി ഗാനം പോലെ ഉള്ള സ്വരവും കൂടി ചേർന്ന് അന്തരീക്ഷം ആകെ മുഖരിതമായി. ഈ സ്വരങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കാൻ ബ്രൂണോ തുടങ്ങിയപ്പോൾ അവയുടെ പരുക്കൻ ഭാവം ഇല്ലാതാകുന്നതായി അദ്ദേഹത്തിന് മനസ്സിലായി. താൻ ചെറുത്തു നിൽക്കാതിരുന്നാൽ രാത്രിയുടെ നിശബ്ദതയ്ക്ക് ഇമ്പം പകരുന്നവയാണ് ആ ശബ്ദങ്ങളെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. ആ കണ്ടെത്തലിലൂടെ ബ്രൂണോയുടെ ഹൃദയം പ്രകൃതിയുമായി ഒരു താളൈക്യം പ്രാപിച്ചു. ജീവിതത്തിൽ ആദ്യമായി പ്രാർത്ഥന എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് കഥ ഇഷ്ടപ്പെട്ടോ? ഇത് തോന്നുന്നു ഇത് കേട്ടപ്പോൾ. നിങ്ങളുടെ ചിന്തകൾക്ക് പങ്കുവയ്ക്കലിന് ഞാൻ കാതോർത്തിരിക്കുന്നു. സ്നേഹത്തോടെ, സന്തോഷത്തോടെ. നന്ദി, നമസ്കാരം.